നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനീ നടന്നു വരുന്നത് 1990 പണികഴിപ്പിച്ച പറശ്ശിനിക്കടവ് പാലത്തിലൂടെയാണ്. താഴേക്കൂടി ഒഴുകുന്നത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ നദിയായ വളപട്ടണം നദിയാണ്. ഈ നദിയുടെ കരയിൽ ദൂരെ കാണുന്നതാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ മടപ്പുര. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളും കാഴ്ചകളുമാണ്. അപ്പം ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ടി കൊണ്ട് വരികയാണെങ്കിൽ സ്വന്തം വാഹനത്തിലാണ് വരുന്നതെങ്കിൽ നമുക്ക് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ എത്താനായിട്ട് സാധിക്കും. ഇവിടെ താമസിക്കാനും വണ്ടി പാർക്ക് ചെയ്യാനും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇനി ബസ്സിലാണ് വരുന്നതെങ്കിൽ പറശ്ശിനിക്കടവ് ബസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് താഴേക്ക് നടന്നു വരാൻ സ്റ്റെപ്പുകളുമുണ്ട്. ഇന്ന് കൂടെ 3 സുഹൃത്തുക്കളും ഉണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ പതിയെ ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ്. ഇവിടെ ഒരു കള്ള് ഷാപ്പിൻ്റെ ബോർഡൊക്കെ ഇരിക്കുന്നത് കാണാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഈ കാണുന്ന കടകളൊക്കെ ഉത്സവത്തിനോടനുബന്ധിച്ച് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതല്ല, ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ്. ഒരു ദിവസം ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ മടപ്പുര സന്ദർശിക്കാനായിട്ട് എത്തുന്നത്. ഏതാണ്ട് 500 വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനും ഈ മടപ്പുരയ്ക്കും അവകാശപ്പെടാനുണ്ട് കേട്ടോ. 90കളിലൊക്കെ ഞാൻ ഈ ക്ഷേത്രത്തിൽ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്ന് ഇത്രയും വലിയ സംവിധാനങ്ങളോ ഇത്രയും വലിയ ഗോപുരങ്ങളോ ഒന്നും ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നില്ല. ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ അന്നും ഈ ക്ഷേത്രത്തിന് ഉണ്ടായിരുന്നതാണ്. ഇത് ഇവിടെ വഴിപാട് കൗണ്ടറുണ്ട്, അതുപോലെ കൊടിമരമുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ മറ്റ് ഹിന്ദു ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെ ഒരു പൂജാരി ഈ ക്ഷേത്രത്തിനില്ല എന്നുള്ളതാണ് ഒരു ശ്രദ്ധേയമായ കാര്യം. ഇവിടെ പൂജാരിക്ക് പകരം തിരുവേപ്പനയും വെള്ളാട്ടവും 2 തെയ്യങ്ങൾ ഇവിടെ കെട്ടിയാടുക എന്നുള്ളതാണ്. ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ കഴകപ്പുരയാണ്. ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നതാണ്. മുത്തപ്പൻ്റെ അടുത്ത് വരുന്ന ആരും ഭക്ഷണമില്ലാതെ പോകരുത് എന്നുള്ളത് മുത്തപ്പന് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അതുപോലെ ധാരാളം നായ്ക്കളെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കാരണം ഭൈരവമൂർത്തിയുടെ രൂപത്തിലാണ് മുത്തപ്പൻ ഇവിടെ ഉള്ളത് എന്നാണ് പറയുന്നത്. ഭൈരവമൂർത്തിയുടെ പ്രധാന വാഹനം നായ്ക്കളാണല്ലോ. വെളിയിൽ ഇതാ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ആയിട്ടുണ്ട്. ഈ വളപട്ടണം പുഴയിൽ ഇറങ്ങി കാല് കഴുകിയിട്ടാണ് നമ്മൾ മടപ്പുരയിലെ അകത്തേക്ക് കയറുന്നത്. നമുക്ക് ഈ സൈഡിലൂടെ നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ധാരാളം ബോട്ടുകളൊക്കെ ഉണ്ട്. അപ്പം മടപ്പുര വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഈ ബോട്ടുകളിലൊക്കെ യാത്ര ചെയ്തിട്ടാണ് ആൾക്കാർ ഒരു ടൂറിസ്റ്റ് സ്ഥലത്ത് ചെന്നതുപോലെ ചെന്നിട്ടാണ് ആൾക്കാർ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. ഇതൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റാണ്. ഇവിടെ നിന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും. ഇവിടെയോട്ട് മാറി ഒരു ബോട്ട് ജെട്ടിയുണ്ട്. ബോട്ട് ജെട്ടിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള വാഹനത്തിൽ യാത്ര ചെയ്യാനും ഇവിടെ ഈ പുഴയിലൂടെ ഒന്ന് കറങ്ങി വരാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇപ്പോഴിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഗോപുരം വന്നിട്ട് ഒരു 25-30 വർഷത്തിൽ കൂടുതൽ ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ പുഴയിൽ കാല് കഴുകിയിട്ടാണ് നമ്മുടെ മുത്തപ്പനെ കാണുക. പക്ഷേ മുത്തപ്പൻ്റെ അകത്ത് നമുക്ക് അവിടെ വീഡിയോ എടുക്കുന്നതിനുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അകത്തേക്ക് ക്യാമറ കയറ്റുന്നില്ല. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അകത്ത് കയറി ഓരോരുത്തരായിട്ട് തിരിച്ച് ഇറങ്ങി വരുന്നുണ്ട്. നമുക്കും അകത്തൊന്ന് പോയി മുത്തപ്പനെ കണ്ടുവരാം. പക്ഷേ മുത്തപ്പൻ്റെ വെള്ളാട്ടവും തിരുവോപ്പനയും എല്ലാ ദിവസവും രാവിലെ 5:30 മുതൽ 8:30 വരെയും വൈകുന്നേരം വെള്ളാട്ടം മാത്രം 6:15 മുതൽ 8:45 വരെയും ഉണ്ട്. ആ സമയത്ത് മനുഷ്യരിൽ ദൈവമായി മാറിയ തെയ്യങ്ങൾ മനുഷ്യരുടെ പ്രശ്നങ്ങൾ കേട്ട് അതിനൊക്കെ പ്രതിവിധികൾ ഇവിടെ പറഞ്ഞു തരുന്നതും അതൊക്കെ കേട്ട് നമുക്ക് ആശ്വസിച്ച് പോകാൻ പറ്റുന്നതുമാണ്. കുട്ടികളില്ലാതിരുന്ന അയ്യങ്കര വാഴുന്നവർക്ക് കാട്ടിൽ നിന്ന് കിട്ടിയ ഒരു കുട്ടിയാണത്രേ പിന്നീട് ഈ മുത്തപ്പനായി മാറിയത്. പുള്ളിയുടെ സ്വഭാവത്തിൽ ചെറുപ്പത്തിൽ തന്നെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേട്ടയാടലും മദ്യപാനവും അതുപോലെ മാംസഭോജനവും ഒക്കെ ഉണ്ടായിരുന്നു വരും. അങ്ങനെ അദ്ദേഹം അവിടെ നിന്നും വന്ന് താമസിച്ച സ്ഥലമാണ് ഈ മടപ്പുര എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഒരു ചോറൂണ് പുരോഗമിക്കുകയാണ്. ഞങ്ങൾ വന്നത് ഏതാണ്ട് ഒരു ഉച്ച സമയത്താണ്. അതുകൊണ്ട് തിരുവപ്പനയും വെള്ളാട്ടവും ഒന്നും ഇവിടെ നമുക്ക് കാണാനും സാധിച്ചില്ല. അത് രാവിലെയാണ്. അതുപോലെ ഇവിടെ വരുന്ന ഭക്തർ പ്രസാദമായിട്ട് കിട്ടുന്ന ഈ പയറും തേങ്ങാക്കൊത്തും ചായയും കുടിച്ചതിന് ശേഷമാണ് ഇവിടെ പിരിയുന്നത്. ആരും ഇവിടെ നിന്ന് വിശന്ന് പോകരുതെന്നൊരു നിർബന്ധവും
പറശ്ശിനിക്കടവ് മുത്തപ്പനുണ്ട്. അയിത്തവും അനാചാരവും ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജനങ്ങളെയും ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കുക എന്ന് പറയുന്ന വിപ്ലവകരമായ ഒരു പ്രവൃത്തിയും കൂടി നടത്തിയ ഒരു സ്ഥലമാണ് ഈ പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര. നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ കാണുന്നത് വളപട്ടണം പുഴയാണ്. പശ്ചിമഘട്ടം മലനിരകളിലെ ബ്രഹ്മഗിരിയിൽ നിന്നും ഉത്ഭവിച്ച് കുതിച്ചു പാഞ്ഞു വരുന്ന വളപട്ടണം പുഴ ഇവിടെ വരുമ്പം വളരെ ശാന്തമായി കൗവായി കായലിലേക്ക് എത്തിച്ചേരുകയാണ്. ഇവിടെ വന്ന് ഇത് ശാന്തമായിട്ട് ഒഴുകാനുള്ള ഒരു കാരണം മടപ്പുര പറശ്ശിനിക്കടവ് മുത്തപ്പനാണെന്നും പറയപ്പെടുന്നു, വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പറശ്ശിനിക്കടവിൻ്റെയും വളപട്ടണം പുഴയുടെയും പറശ്ശിനിക്കടവ് പാലത്തിൻ്റെയും കാഴ്ചകൾ ഉൾക്കൊള്ളിച്ച ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഞങ്ങളുടെ യാത്ര നേരെ ഈ പോകുന്നത് വയനാട്ടിലേക്കാണ്. അടുത്ത വീഡിയോ വയനാടിൻ്റെ ചില കാഴ്ചകൾ കൊണ്ടായിരിക്കും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.